ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് HTML കമ്പോണൻസിനെ കുറിച്ചാണ്. ഫസ്റ്റ് HTML ഹെഡിങ്സ്. അതിനുവേണ്ടി ഓപ്പൺ യുവർ ടെക്സ്റ്റ് എഡിറ്റർ. ഞാനിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് കാണാൻ പറ്റും. സോ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൾഡർ എവിടെയാണോ അവിടേക്ക് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ കംപ്ലീറ്റ് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സിൻ്റെ ഉള്ളിൽ HTML സെലക്ട് ചെയ്തു. ഇനി നിങ്ങളുടെ ഹെഡിങ്ങിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഫയൽ ഇവിടെ ഉണ്ടാക്കി. സോ ഓൾറെഡി ഇവിടെ ഒരു അൺടൈറ്റിൽഡ് ഫയലുണ്ട്. ഞാൻ അതിനെ റീനെയിം ചെയ്യാണ്. ഹെഡിങ് .html. ഞാൻ ഹലോ വേൾഡിലെ കണ്ടൻറ്റ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഹെഡിങ്ങിലോട്ടേക്ക് കൊടുക്കും. ടൈറ്റിൽ ഹെഡിങ് കൊടുക്കുവാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രാക്കറ്റ് എന്നുള്ളൊരു ടെക്സ്റ്റ് എഡിറ്റർ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത് കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ബേസിലായിരുന്നു. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞത് ലൈവ് ചേഞ്ചിങ് ആണ്. സോ ഇതാണ് ലൈവ് പ്രിവ്യൂയുടെ ഐക്കൺ. സോ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വെബ് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇനി നിങ്ങളുടെ കീബോർഡിലെ വിൻഡോ ആൻഡ് റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുക. ആൻഡ് സിമിലർലി ഇതിൽ വിൻഡോസും ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സെക്ഷനായിട്ട് കിട്ടും. സോ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കോഡിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ബോഡി എലമെൻറ്റിൽ കൊടുക്കുവാണ്. ബിഫോർ ദാറ്റ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത വിക്കിപീഡിയയുടെ സൈറ്റിലോട്ടേക്ക് ഒന്നുകൂടി പോവാം. ഇവിടെ ഞാൻ നേച്ചർ ടൈപ്പ് ചെയ്യുവാണ്. നേച്ചർ. ഇതിനെ ഇൻസ്പെക്റ്റ് ചെയ്യാം. ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ടാഗ്സ് കിട്ടും. നമ്മളിത് ഈ ഹെഡിങ് ഏത് ടാഗ് വെച്ചാണ് ചെയ്തിരിക്കുന്നതാണ് ഒന്ന് നോക്കുന്നത്. സോ ഇത് സെലക്ഷൻ ഈ ബോഡി ടാഗിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഡിവിഷൻ. യെസ്, ഈ ഡിവിഷൻ്റെ. സോ നിങ്ങൾക്ക് കാണാം എച്ച് ടാഗ് ആണ് ഹെഡിങ് റെഫർ ചെയ്യുന്നത്. സോ ഇവിടെ H1 ഉണ്ട്. സോ H1, H2, H3, H4, H5 ആൻഡ് H6 വരെയുണ്ട്. സോ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ H1 ആദ്യം യൂസ് ചെയ്യാണ്. H1 ഹെഡിങ് 1. നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ചേഞ്ച് അപ്പം തന്നെ ഈ വെബ് പേജിൽ കാണാൻ പറ്റുന്നുണ്ട്. നൗ ഐ എം കോപ്പിങ് ദിസ്. സോ H2, H3. സോ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും ഈ H1, H2, H3 എന്നൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സൈസിലാണ്. സോ H1 എന്ന് പറയുന്ന ഹെഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത്. പിന്നെ H2, H3 എന്ന് പറഞ്ഞ് നമ്പർ കൂടി വരുന്നതിനനുസരിച്ച് ഹെഡിങ്ങിൻ്റെ സൈസിലാണ് മാറ്റം വരുന്നത്. നമുക്ക് H6 വരെ ട്രൈ ചെയ്ത് നോക്കാം. H4, H5 and finally H6. നിങ്ങൾക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് ഹെഡിങ്ങിന് H6 ആണ്. സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൈസാണ് വരുന്നത്. H1 എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിലും. സോ ദിസ് ആർ അബൌട്ട് HTML ഹെഡിങ്സ്. സോ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് HTML പാരഗ്രാഫിനെ കുറിച്ച് നോക്കാം.